ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന ഒരു വലിയ വിഡ്ഢിത്തം ചൂണ്ടിക്കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിൽ പലരും നെഞ്ചിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഹാർട്ട് ചെക്ക് ചെയ്യണമെങ്കിലോ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? തൊട്ടടുത്ത് പോയിട്ട് ഒരു ECG എടുത്ത് നോക്കും. എന്നിട്ട് ECG നോർമൽ ആണെങ്കിൽ ഹാർട്ടിന് കുഴപ്പമില്ല എന്ന് വിചാരിക്കും, സമാധാനം. ഇതുപോലെ ECG എടുത്തിട്ട് ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന കുറെ വിഡ്ഢിത്തങ്ങളുണ്ട്. അതെന്തൊക്കെയെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ECG പൂർണ്ണമായിട്ട് നോർമൽ. ഇതിനൊരു മറുവശമുണ്ട്. പലപ്പോഴും ഹാർട്ടിൽ ഒരു കുഴപ്പമില്ലാത്ത ആളുകൾക്കും ECGയിൽ വലിയ പ്രോബ്ലംസ് കാണിക്കും. എന്ന് വെച്ചാൽ ECGയും ഹാർട്ടിലെ ബ്ലോക്കും തമ്മിൽ പലപ്പോഴും ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. അത് ഭയങ്കര കൺഫ്യൂസിങ് അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, പല ആളുകൾക്കും ജന്മന ECGയിൽ ബ്ലോക്കുകൾ കാണും. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഹാർട്ടിലെ ബ്ലോക്ക് അല്ല, ECGയിലെ കറണ്ടിന്റെ ബ്ലോക്കാണ്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ECG എടുത്താൽ വലിയ പ്രോബ്ലം പോലെ കാണും. ECG എടുത്ത ഉടനെ തന്നെ പല സാഹചര്യങ്ങളിൽ നമ്മൾ ആശുപത്രികളിലും ICUലും വരെ എത്തിപ്പെടും. ഇങ്ങനെ ECGയിൽ കറണ്ടിന്റെ ബ്ലോക്ക് കാണുന്ന പല വ്യക്തികൾക്കും ഹൃദ്രോഗ ചികിത്സയുടെ ആവശ്യമൊന്നും ഉണ്ടാവാറ്. അതുകൊണ്ടാണ് അതൊരു കൺഫ്യൂഷൻ ആയിട്ട് മാറുന്നത്. മൂന്നാമത്തെ കാര്യം, ഹൃദയമിടിപ്പിന്റെ പ്രശ്നമുള്ളവർക്കാണ്. അതെന്താന്ന് വെച്ചാൽ, ഹൃദയമിടിപ്പ് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ ECG എടുക്കുകയാണെങ്കിൽ ഹാർട്ടിനകത്ത് അരിത്മ്യ എന്ന് പറയുന്ന കാര്യപ്പെട്ട അസുഖം ഉണ്ടെങ്കിൽ പോലും ECG നോർമലായിട്ട് കാണിക്കും. എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ പ്രശ്നമുള്ളവർ ECG എടുക്കേണ്ടത് ഹൃദയമിടിപ്പുള്ള സമയത്ത് മാത്രമാണ്. അതല്ലാത്ത സമയത്ത് എടുത്താൽ പലപ്പോഴും ECGയിലൊന്നും കാണൂല. ഇത് പലരും ചെയ്യുന്നൊരു വിഡ്ഢിത്താണ്. നാലാമത്തെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ECGയിൽ ഒരു കറ രൂപാന്തരം. എന്ന് വെച്ചാൽ ആ വ്യക്തി പിന്നീട് എപ്പോൾ ECG എടുത്താലും അതിനകത്തൊരു കറ, അറ്റാക്ക് വന്നു പോയതിന്റെ കറ. ഇത് കാരണം ഹൃദ്രോഗികൾ പിന്നീട് ECG എടുക്കുമ്പോൾ പലപ്പോഴും ആ മുമ്പത്തെ കറ ഉള്ളത് കൊണ്ട് കൺഫ്യൂഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത്? രണ്ട് പ്രധാന പോയിന്റുകൾ ഞാൻ പറയും. ഏറ്റവും പ്രധാനം, ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ECG എടുക്കേണ്ടതെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു പെട്ടെന്നൊരു നെഞ്ചുവേദന വരിക, അതല്ലെങ്കിൽ നെഞ്ചിടിപ്പ് പെട്ടെന്ന് സംഭവിക്കുക, അതല്ലെങ്കിൽ നമ്മൾ തല കറങ്ങി വീഴുക, അതും അല്ലെങ്കിൽ നമുക്ക് ദേഹമാസകലം പെട്ടെന്ന് ഒന്ന് വിയർത്തു പോകും. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ആ സമയത്ത് ഉടനടി പോയിട്ട് ECG എടുക്കും. അങ്ങനെയാണെങ്കിൽ അസുഖം എന്താണെന്ന് കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആദ്യമേ ECGയിൽ പ്രോബ്ലം ഉള്ള പല വ്യക്തികളും, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അറ്റാക്ക് വന്ന് പോയവര്, ജന്മന ECGയിൽ പ്രോബ്ലം ഉള്ളവര്, ഇവരൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ECGക്ക് പുറമെ ട്രോപ്പോണിൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ECGയിലെ ഈ കൺഫ്യൂഷൻ ബ്ലഡ് ടെസ്റ്റിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കറിയാവുന്ന പലരും വെറുതെ പോയിട്ട് ECG എടുത്തുകൊണ്ടേയിരിക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഹാർട്ടിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും.